പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ട ശേഷം ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതുമാണ്. നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ച്യൂതികളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു തിരിച്ചടി ശക്തമായിരിക്കും. അതിന് ഒരു രാഷ്ട്രീയത്തിന്റെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. സമൂഹത്തിന്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെർമെന്റിംഗ് പ്രോസസ്സിലാണ്. ആ ഒരു ഫെർമെന്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിന്റെ കൂടെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും നിൽക്കും. ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല, സിപിഎമ്മിന്റെ ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് കരുതുന്നു. നമ്മളിങ്ങനെയുള്ള ഇപ്പൊ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തത്. സുരേഷ് ഗോപി ഈ 51 വെട്ടിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്തതാണ്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ട ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ആ കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകും. സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് സുരേഷ് ഗോപി.